ഒരു മോളെ കൊണ്ടുള്ള ശല്യമേ തീരുന്നില്ല. അതിനിടയ്ക്കാം ഒരു പുതിയ ദത്തുപുത്രൻ. എന്നാലും വെൽ പ്ലാൻഡ് എക്സിക്യൂട്ട് ചെയ്ത സംഭവം എങ്ങനെയാ പാളിയത്? ഇവന്റെ കാറിൽ വെച്ച സാധനം എങ്ങനെയാ അമ്മാവന്റെ വണ്ടിയിൽ വന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ എന്താ മോനെ ഞാൻ നിനക്ക് തരേണ്ടത്? നീ പറ. എനിക്കൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യുപകാരത്തിനോ പ്രതിഫലത്തിനോ വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. അങ്കിളിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ഞാനിത് ചെയ്തത്. അങ്കിളിന് എനിക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ അങ്കിളിന്റെ സ്നേഹം മാത്രം തന്നാൽ മതി. എന്നാ അങ്കിള് ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ശരി മോനെ, പോയിട്ട് വാ. ഇത്രയും കാലം എന്റെ നിഴലായി രാജു ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് താങ്ങായിട്ട് ഒരാളൂടെ വന്നു. താങ്ങില്ല, എനിക്ക് പിറക്കാതെ പോയ എന്റെ മകൻ. നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കട്ടെ. ആ എടാ റോഹ, നിന്റെ വിക്കറ്റ് ഞാൻ തെറിപ്പിക്കോടാ. ഇനി നർക്കോട്ടിക് സെല്ലിലും കൂടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം സ്വാഹം. മോനെ ദീപക്കേ, എനിക്കിട്ട് പണി തരാൻ വന്നാണോ നീ? എനിക്കിട്ട് പണി തന്നപ്പോഴേ ഒരു കാര്യം ഓർത്തില്ല നീ. നിന്റെ അപ്പനെ അപ്പൂപ്പനെ വരെ പണിയാൻ കെൽപ്പുള്ളവനാണ് ഈ റോഹനെന്ന്. എടാ ദീപക്കെ, നീ കേട്ടിട്ടില്ലേ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന്? ആ ഡർട്ടി ബിസിനസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും?
ഇല്ല, പറഞ്ഞേ പറ്റൂ. രോഹനുമായിട്ടുള്ള കല്യാണം നടക്കാൻ പാടില്ല. അച്ഛന്റെ മനസ്സിൽ നിന്ന് രോഹനുമായുള്ള എന്റെ കല്യാണത്തിന്റെ കാര്യം മായ്ച്ചു കളഞ്ഞേ പറ്റൂ. കാരണം രോഹൻ ഒരിക്കലും ഒരു നല്ലയാളെയല്ല. അവനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അവൻ നല്ലവനായിട്ട് അഭിനയിക്കുക. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. രാജുവിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട. പക്ഷേ രോഹനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഇന്ന് തന്നെ അച്ഛനോട് പറയണം. വൈകുന്ന ഓരോ നിമിഷവും അപകടം. ഇത് പറയുമ്പോ അച്ഛൻ ചിലപ്പോ പൊട്ടിത്തെറിച്ചേക്കും. പക്ഷെ ദീപകിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയാതെ ഇറങ്ങിപ്പോയതുപോലെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. എല്ലാം തുറന്നു പറഞ്ഞാൽ അച്ഛൻ അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് അച്ഛനോട് ഇത് പറഞ്ഞേ പറ്റൂ. ദൈവമേ, എന്റെ കൂടെ ഉണ്ടാവണേ.